എ സിംഗിൾ കേസ് ഓഫ് സിവിയർ അബ്യൂസ്, അതായത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ ഒരു വാർണിംഗും ഒരു സ്ട്രൈക്കും തരാതെ നേരെ നമ്മുടെ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളയും. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മാസം ഓഗസ്റ്റ് 2025 മുതൽ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് പോളിസിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ കാരണം ഇനി മുതൽ നിങ്ങളുടെ ചാനലിൽ സ്ട്രൈക്കോ മുന്നറിയിപ്പുകളോ ഒന്നും തന്നൊന്നും വരില്ല. നേരെ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞെന്ന് വരാം. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനെക്കുറിച്ച് ഞാൻ എൻ്റെ കഴിഞ്ഞ ടെർമിനേഷൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു. അതായത് യൂട്യൂബ് ഓൾറെഡി ജൂലൈയിൽ മറ്റൊരു പോളിസി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, സർക്കൺവെൻഷൻ പോളിസി എന്ന് പറഞ്ഞിട്ട്. ആ പോളിസി അനുസരിച്ച് ഇനി മുതൽ നിങ്ങളുടെ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മറ്റൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ടെങ്കിൽ ആ ചാനലുകളും യൂട്യൂബ് പതുക്കെ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞെന്ന് വരും. പലരും ഇതിനെക്കുറിച്ച് ചിലപ്പോൾ ആർഗ്യൂ ചെയ്തെന്ന് വരാം, അങ്ങനെയൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ഒരു ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞാലും മറ്റൊരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് പോകാം എന്ന് പറഞ്ഞ് പലരും ആർഗ്യുമെൻറ്റ് ചെയ്തെന്ന് വരാം. പക്ഷേ നിങ്ങൾക്ക് ലിമിറ്റഡ് സമയത്തേക്ക് ചിലപ്പോൾ യൂട്യൂബിനെ പറ്റിച്ചെന്ന് വരാം, അല്ലാതെ എപ്പോഴും നിങ്ങൾക്ക് യൂട്യൂബിനെ പറ്റിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി മുതൽ നമുക്ക് യൂട്യൂബിൽ നിലനിന്ന് പോകണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ള ചാനൽ നമ്മൾ ടെർമിനേറ്റ് ആകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം അത് പോയി കഴിഞ്ഞാൽ മറ്റൊന്നുകൂടെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് യൂട്യൂബ് ഓഗസ്റ്റ് 2025 കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം നമ്മുടെ ചാനലിനെ ഇനി മുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ വീഡിയോ നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക, കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ഇത്ര നാളും നമ്മുടെ ഒരു ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് മുന്നറിയിപ്പ് തരുമായിരുന്നു, നമുക്ക് സ്ട്രൈക്ക് തരുമായിരുന്നു. അത് കോപ്പിറൈറ്റ് സ്ട്രൈക്കും ആവാം, അല്ലെങ്കിൽ അത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്കും ആവാം. അപ്പോൾ നമുക്ക് 3 സ്ട്രൈക്ക് ഒന്നിച്ച് കിട്ടുമ്പോഴായിരുന്നു നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആക്കി കളയുന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല. നമുക്ക് ഒരു മുന്നറിയിപ്പും ഒരു സ്ട്രൈക്കും തരാതെ തന്നെ യൂട്യൂബ് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞെന്ന് വരാം. അപ്പോൾ യൂട്യൂബ് എന്താണ് ഇപ്പോൾ ഈ ഓഗസ്റ്റ് 2025 കൊണ്ടുവന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരു അപ്ഡേറ്റ് ആയിട്ടല്ല, ഇവിടെ 2 അപ്ഡേറ്റ് ആയിട്ടാണ് യൂട്യൂബ് പറയുന്നത്. അതായത് നമുക്ക് ഇത്ര നാളും നമുക്ക് യൂട്യൂബ് നമ്മുടെ ഒരു ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ അതിനെതിരെ അപ്പീൽ കൊടുക്കാനായിട്ട് നമുക്ക് 7 ദിവസത്തെ സമയം തരുമായിരുന്നു യൂട്യൂബ്. അത് യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്നും ബൈ മിസ്റ്റേക്ക് സംഭവിച്ചതാണെങ്കിൽ യൂട്യൂബ് നമ്മുടെ ചാനൽ തിരിച്ചു തരുമായിരുന്നു. അതല്ല നമ്മുടെ തന്നെ തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് നമ്മുടെ ചാനൽ തിരിച്ചു തരില്ലായിരുന്നു. ആ ടെർമിനേഷനായിട്ട് തന്നെ ഇരുന്നു പോയത്. ഇവിടെയാണ് യൂട്യൂബ് ആദ്യത്തെ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ അപ്പീൽ കൊടുക്കാനുള്ള സമയം 7 ദിവസം എന്നുള്ളത് യൂട്യൂബ് 1 വർഷമായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഇനി മുതൽ നിങ്ങളുടെ ഒരു ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങൾക്ക് അതിനെതിരെ അപ്പീൽ കൊടുക്കാനായിട്ട് 1 വർഷം വരെ സമയം കിട്ടും. അപ്പോൾ എന്തിനാണ് ഈ 1 വർഷം വരെ സമയം തന്നത് എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടെ ഈ അപ്ഡേറ്റ് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അപ്പോൾ യൂട്യൂബ് ഇവിടെ പറയുന്നത്, ഇനി മുതൽ നിങ്ങളുടെ ഒരു ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ചാനൽ ഡീറ്റെയിൽസും നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും എല്ലാം യൂട്യൂബ് 1 വർഷം വരെ സൂക്ഷിച്ചു വെക്കും. അപ്പോൾ നിങ്ങൾ ഈ അപ്പീൽ കൊടുത്തതിന് ശേഷം യൂട്യൂബിന് മനസ്സിലാവാണ് നിങ്ങളുടെ യാതൊരു തെറ്റുമില്ല, ബൈ മിസ്റ്റേക്ക് യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ചാനലും എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യും. അതായത് നിങ്ങളുടെ ചാനലിൽ ഉണ്ടായിരുന്ന വീഡിയോസ്, പോസ്റ്റുകൾ, പ്ലേലിസ്റ്റ്, തംബ്നെയിൽസ്, അതുപോലെ നിങ്ങളുടെ ചാനലിൻ്റെ URL, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ ചാനൽ ടെർമിനേറ്റ് ആകുന്ന സമയത്ത് എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ തിരിച്ചു തരുമെന്നാണ് യൂട്യൂബ് ഈ അപ്ഡേറ്റിലൂടെ പറയുന്നത്. പക്ഷേ അത് നിങ്ങളുടെ തെറ്റ് തന്നെയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ഒരിക്കലും അത് തിരിച്ചു തരാൻ പോകുന്നില്ല. അപ്പോൾ എന്തിനാണ് യൂട്യൂബ് ഈ 1 വർഷത്തെ എക്സ്റ്റൻഷൻ ഈ അപ്പീൽ കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമല്ല. കാരണം ഒരുപാട് ചാനലുകൾ യൂട്യൂബ് ബൾക്കായിട്ട് ഇപ്പോൾ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ എല്ലാം യൂട്യൂബിൻ്റെ അടുത്ത് അപ്പീൽസ് എത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം അപ്പീലുകൾ ഹാൻഡിൽ ചെയ്യാൻ യൂട്യൂബിന് സമയമെടുക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കണം യൂട്യൂബ് ഈ 1 വർഷത്തെ അപ്പീൽ തന്നത്. അല്ലാതെ നമുക്കൊരു പ്രയോജനപ്പെടുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ യൂട്യൂബ് മറ്റൊരു കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് 1 വർഷത്തെ സമയം തരുന്നുണ്ട് അപ്പീൽ ചെയ്യാൻ. പക്ഷേ ചില കേസുകളിൽ യൂട്യൂബ് വളരെ ലിമിറ്റഡ് ടൈമേ തരത്തുള്ളൂ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാൻ. അതല്ലെങ്കിൽ ചില കേസുകളിൽ നിങ്ങൾക്ക് ടൈമേ തരത്തില്ല, നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാനേ പറ്റത്തില്ല. അതല്ലെങ്കിൽ ചില കേസുകളിൽ നിങ്ങൾക്ക് ഒരു സ്ട്രൈക്ക് പോലും തരാതെ നേരെ നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയും. നിങ്ങൾക്ക് അവിടെ അപ്പീൽ പോലും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ വന്നാലാണ് നമ്മുടെ ചാനൽ നേരെ ടെർമിനേറ്റ് ആകാൻ പോകുന്നത്, ആ കാര്യങ്ങൾ ഇവിടെ യൂട്യൂബ് പറയുന്നുണ്ട്. അതും നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ പോയിന്റ് യൂട്യൂബ് പറയുന്നത്, റിപ്പീറ്റഡ് വയലേഷൻസ് ഓഫ് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസ് ഓർ ടേംസ് ഓഫ് സർവീസ്. അതായത് നമ്മൾ നമ്മുടെ ചാനലിലൂടെ വീണ്ടും തുടർച്ചയായി അബ്യൂസീവ്, ഹേറ്റ്ഫുൾ അല്ലെങ്കിൽ ഹരാസിംഗ് ടൈപ്പിലുള്ള വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ ഇതേ തരത്തിലുള്ള കമൻസ് നമ്മൾ ചെയ്യുകയോ ചെയ്താൽ, അതായത് മറ്റുള്ളവർക്ക് അബ്യൂസീവായി തോന്നുന്ന, ഹേറ്റ്ഫുൾ ആയിട്ടുള്ള, അവരെ ഹരാസ് ചെയ്യുന്ന രീതിയിലുള്ള കമൻസ് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയുമെന്നാണ് യൂട്യൂബ് പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എ സിംഗിൾ കേസ് ഓഫ് സിവിയർ അബ്യൂസ്, അതായത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ, അതായത്
പോർണോഗ്രാഫി, ചൈൽഡ് അബ്യൂസ്, അതുപോലെ സ്പാം, ഈ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു വാണിംഗും ഒരു സ്ട്രൈക്കും തരാതെ നേരെ നമ്മുടെ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് കളയും. ഇതിനുള്ളിൽ സ്പാം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത വീഡിയോ കാണുക. കാരണം ഈ സ്പാമിൽ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ യൂട്യൂബ് അൽഗോരിതത്തെ ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, നമ്മൾ തെറ്റായ രീതിയിലെ വ്യൂസ്, സബ്സ്ക്രൈബേഴ്സ്, വാച്ചവേഴ്സ് ഇതൊക്കെ കൂട്ടാനുള്ള ശ്രമം നടത്തുന്നത്, ഇതൊക്കെ സ്പാമിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഏണിംഗ് ആപ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതും സ്പാമിൽ വരുന്നതാണ്. ഇതുപോലെ ഒരുപാട് ചെറിയ ചെറിയ ഒത്തിരി കാര്യങ്ങൾ സ്പാമിൽ വരുന്നതാണ്. ഇതൊരു വളരെ വലിയ ടോപ്പിക്കാണ്. ഇതിലെ കുറേയൊക്കെ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്യാൻ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ പോർണോഗ്രാഫി, ഹേറ്റ്ഫുൾ സ്പീച്ച്, ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ ചൈൽഡ് അബ്യൂസ്, ഈ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ വീഡിയോയിൽ ഒരു പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ യൂട്യൂബ് നേരെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയും. അതുകൊണ്ട് ഇത് ചെയ്യാതെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇവിടെ യൂട്യൂബ് ലാസ്റ്റ് പറയുന്നത്, നമ്മുടെ ഈ കംപ്ലീറ്റ് ചാനൽ, അതായത് നമ്മുടെ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോസ് എല്ലാം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ, അത് ഹറാസ്മെന്റ് ആവാം, ഹേറ്റ് സ്പീച്ച് ആവാം, അതല്ലെങ്കിൽ ഇംപേഴ്സണേഷൻ ആവാം, ഇതിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻസിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയുമെന്നാണ് യൂട്യൂബ് പറയുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റാണ്. രണ്ടാമത്തെ പോയിന്റിൽ നമ്മുടെ ചാനൽ സിവിയർ വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബ് നേരെ ടെർമിനേറ്റ് ചെയ്ത് കളയുമെന്നാണ് പറയുന്നത്. അതിന് വരുന്നത് ചൈൽഡ് അബ്യൂസ് ഉണ്ട്, പോർണോഗ്രാഫി ഉണ്ട്, അതുപോലെ സ്പാം ഉണ്ട്. ഇവിടെ സ്പാം ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. കാരണം മറ്റു കാര്യങ്ങളൊന്നും നമ്മളാരും ചെയ്യുന്നതല്ല. കാരണം സ്പാം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ടോപ്പിക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അബദ്ധത്തിൽ ചെയ്തെന്ന് വരാം. ഇവിടെ സ്പാം ആയി കഴിഞ്ഞാൽ അത് സിവിയർ വയലേഷൻ ആണ്. യൂട്യൂബ് നമുക്ക് വാണിംഗോ അതുപോലെ മുന്നറിയിപ്പോ ഒന്നും തരത്തില്ല. നേരെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ചാനൽ അവിടെ ഉണ്ടാവില്ല. നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടാവും, നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് സ്പാം ആവാതെ നിങ്ങളെ സൂക്ഷിക്കുക. അതൊരു സിവിയർ വയലേഷൻ ആണ്. അത് മാത്രമല്ല ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങളുടെ ചാനൽ ഒരു പ്രാവശ്യം ടെർമിനേറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതല്ല, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചാനൽസ് ഉണ്ടെങ്കിൽ ആ ചാനലുകളും യൂട്യൂബ് പതുക്കെ ടെർമിനേറ്റ് ചെയ്ത് കളയും. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ യൂട്യൂബിൽ നിലനിന്ന് പോകാൻ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകളൊന്നും നിങ്ങൾ ചെയ്യാതിരിക്കാൻ വളരെയധികം സൂക്ഷിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.